ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കൊരു മസാല പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഈ മസാല വെച്ചിട്ട് നിങ്ങളൊരൊറ്റ തവണ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഹോട്ടലിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. ഞാനിവിടെ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് ചിക്കൻ മസാല പുരട്ടി വെക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മസാല. കനക എന്നാണ് ഇതിൻ്റെ മസാലയുടെ പേര്. ചില്ലി ചിക്കൻ മിക്സ് എന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല, കളറൊന്നുമില്ല എന്നൊക്കെ ചേർത്തിട്ടില്ല എന്ന്. അതുപോലെ ഇതിന് 22 രൂപയാണ്. പിന്നെ ഇതിൽ ഇൻഗ്രീഡിയൻസും എഴുതിയിട്ടുണ്ട്. കോൺഫ്ലവർ, അതുപോലെ റെഡ് ചില്ലി, വൈറ്റ് പെപ്പർ, ഗാർലിക്, ഡ്രൈ ജിഞ്ചർ, സ്പൈസസ്, ലെമൺ സാൾട്ട് എന്നിവയാണ് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് 1 കിലോ ചിക്കനിലേക്കുള്ള മസാലയാണ്. 1 കിലോ ചിക്കനിലേക്ക് ഈ മുഴുവൻ മസാലയും ആവശ്യമായിട്ട് വേണം. അപ്പോൾ ഞാൻ ഈ മസാല പൊട്ടിച്ചിട്ട് ഈ ബൗളിലോട്ട് ഇടുകയാണ്. ഈ മസാലയിൽ തന്നെ നമ്മളെ ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ ഇനി എക്സ്ട്രാ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ട എടുക്കുന്നുണ്ട്. അത് ആ പാക്കറ്റുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട്, ഒരു മുട്ട ചേർത്തിട്ട് മസാല ഉണ്ടാക്കുകയെന്ന്. പിന്നെ ഒരു നാരങ്ങ എടുക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു നാരങ്ങയാണ്. ഈ നാരങ്ങാനീരും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങാനീരിൻ്റെ കാര്യം അതിൽ എഴുതിയിട്ടില്ല കേട്ടോ. അതൊക്കെ ഞങ്ങൾ ചിക്കനിൽ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്, ഒന്നും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒഴിക്കുന്നു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ആവശ്യമില്ല. പുളി കൂടുതൽ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിക്കണമെന്നില്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഇതിലോട്ട് ഞാൻ ഒരു നുള്ള് കളറും കൂടെ ചേർക്കുന്നുണ്ട്. കളറ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാതിരിക്കാം. ഞാൻ ഒന്നുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നേ ഉള്ളൂ. അത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയും കിട്ടും. അതുപോലെ തന്നെ കളറ് ചേർക്കുന്നത് അത്ര നല്ലതൊന്നും അല്ല എന്നറിയാം, എങ്കിലും ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഒന്നും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നല്ല പോലെ ഒന്ന് മസാല ആക്കിയെടുക്കണം നന്നായിട്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക. ഇനി ഇതിലോട്ട് കഴുകി വാരാൻ വെച്ചിട്ടുള്ള ചിക്കന് നന്നായിട്ട് വാർത്തെടുക്കണം വെള്ളം. എന്നതിന് ശേഷം മാത്രം ചിക്കൻ ഇതിലോട്ട് ഇട്ടുകൊടുക്കുക. ഇതിൽ ഉപ്പ് ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ഉപ്പിടരുത് കേട്ടോ. കാരണം ഉപ്പ് പാകത്തിനാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള കണക്കിന് കറക്റ്റാണ്. അപ്പോൾ ഇനി എക്സ്ട്രാ നിങ്ങൾ ഉപ്പ് ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല പോലെ മസാല ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക. 2 മണിക്കൂർ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് ഓരോന്നിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റോളം നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷമാണ് മറിച്ചിടുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണോ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ആ രീതിയിൽ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഒരു സൈഡ് ആയിട്ടുണ്ട്. ഞാനൊന്ന് മറിച്ചിട്ട് എടുക്കുകയാണ്. ഇങ്ങനെ ഇളക്കി ഇതൊന്ന് വേവിച്ചെടുക്കുക നന്നായിട്ട്. ഒരുപാടങ്ങ് മൊരിയിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇതിവിടെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത്, അതായത് 95% ആയ സമയത്ത് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു 4 പച്ചമുളകും കൂടെ കീറിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക. ഈ ഒരു പച്ചമുളകും കറിവേപ്പിലയും ഇടുമ്പോൾ എന്തൊരു സ്മെല്ലാണ് നിങ്ങൾക്ക് തന്നെ അറിയാലോ. നല്ലൊരു സ്മെല്ലാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ രുചിയൂറും ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലൈക്ക് തന്നോളൂ. ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പക്ഷേ കാരണം താഴെ പറയണം. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക്